സർവോപരി പാലക്കാരൻ എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ തുടങ്ങി സൂപ്പർ സ്റ്റാറിന്റെ സോനയായി എത്തി മനം കവർന്ന താരമാണ് മമിത ബൈജു. എങ്കിലും പ്രേമലു എന്ന ഒറ്റ ചിത്രം കൊണ്ട് യുവനായിക സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പുതിയ സെൻസേഷനായി മാറിയത്. നസറിനൊപ്പം നായികയായി റീനുവായി മികച്ച പ്രകടനം കാഴ്ചവെച്ച മമിതയെ ഇന്ന് തേടിയെത്തിയിരിക്കുന്നത് തമിഴിലും തെലുങ്കിലും ഉള്ള ഏറ്റവും വലിയ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരമാണ്. ഇതിൽ വിജയും സൂര്യയും ധനുഷും ഉൾപ്പെടെ തമിഴിലെ ഏറ്റവും വലിയ താരങ്ങൾ അടക്കമുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ ആയെങ്കിലും മലയാളത്തിലല്ല, മറിച്ച് തമിഴിലാണ് മമിത ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിജയ് നായകനാവുന്ന ജനനായകൻ, സൂര്യയ്ക്കൊപ്പമുള്ള ആക്ഷൻ ത്രില്ലർ, ധനുഷ് നായകനാവുന്ന ചിത്രം, തെലുങ്കിൽ രവി തേജയ്ക്കൊപ്പമുള്ള ചിത്രം എന്നിങ്ങനെ പോകുന്നു നടിയുടെ പുതിയ സിനിമയുടെ ലിസ്റ്റ്. എന്നാൽ മലയാളത്തിൽ നിവിൻ പോളി നായകനാകുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ്, സംഗീത പ്രതാപനങ്ങളുള്ള ചിത്രം എന്നിവയും മാത്രമേ താരം കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. മമതയുടെ കരിയർ തിരഞ്ഞെടുപ്പിൽ കാണുന്ന മലയാളി പ്രേക്ഷകർ, പ്രത്യേകിച്ച് നടിയുടെ ആരാധകർ കുറച്ചൊക്കെ നിരാശയിലാണ്. എന്നാൽ ദേശീയ അവാർഡ് ജേതാവായ നടി കീർത്തന സുരേഷിന്റെ പാത പിന്തുടർന്ന് തെന്നിന്ത്യൻ താരറാണി പട്ടം സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡൂഡ് നായിക എന്ന വിശ്വാസത്തിൽ അവർ ആശ്വസിക്കുന്നുണ്ട്. അതിന് കാരണം കീർത്തി, കല്യാണി പ്രിയദർശൻ തുടങ്ങിയ നടിമാരുടെ ടാലന്റ് ഏജൻസിയായ ദ റൂട്ട് തന്നെയാണ് മമിതയുടെ കരടും ഏറ്റെടുത്തിരിക്കുന്നത് എന്നതാണ്. ഈ ഏജൻസിയുടെ ഭാഗമായതോടെ ഏറ്റവും മികച്ച അവസരങ്ങളാണ് നടിയെ തേടിയെത്തിയിരിക്കുന്നത്. കീർത്തി സുരേഷ് അഭിനയ രംഗത്ത് എത്തിയത് മലയാളം സിനിമയിലൂടെയാണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി, റിംഗ് മാസ്റ്റർ തുടങ്ങി ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചതോടെ നടി തമിഴിലേക്ക് ചേക്കേറുകയായിരുന്നു. പിന്നീട് തെലുങ്ക്, സിനിമയിലും വളരെ തിരക്കുള്ള നായികയായി കീർത്തി മാറി. മഹാനടി എന്ന സിനിമയിലെ ലെജൻഡറി താരം സാവിത്രിയായിട്ടുള്ള പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൂടി കിട്ടിയോടെ വലിയ അവസരങ്ങൾ താരത്തെ തേടിയെത്തുന്നുമുണ്ട്.